ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജനസഭ സംഘടിപ്പിച്ച് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ. ഇടതു സർക്കാർ ആശമാരെ അവഹേളിക്കരുതെന്ന് ജനസഭയിൽ പങ്കെടുത്ത് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ പറഞ്ഞു. 7 ദിവസമായി നിരാഹാര സമരം തുടരുന്ന 2 ആശമാരെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MA ബിന്ദു, KP തങ്കമണി എന്നിവരെയാണ് കനത്ത ചൂടിൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇവർക്കു പകരം SS അനിതാകുമാരി, ബീന പീറ്റർ എന്നിവർ സമരം ഏറ്റെടുത്തു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം 1.5 മാസവും നിരാഹാര സമരം 7 ദിവസവും പിന്നിടുകയാണ്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരവേദിയിൽ ജനസഭ സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ, നടനും സംവിധായകനുമായ ജോയ് മാത്യു, ലത്തീൻ അതിരൂപത തിരുവനന്തപുരം വികാരി ജനറൽ യൂജിൻ പെരേര തുടങ്ങിയവർ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇടതുപക്ഷ സർക്കാർ ആശമാരെ അവഹേളിക്കരുതെന്ന് കെ സച്ചിദാനന്ദൻ. ഒരു സമരം നടക്കുമ്പോൾ അത് ആർ തന്നെ നടത്തിയാലും അവരുടെ ആവശ്യങ്ങളിൽ അല്പമെങ്കിലും ന്യായമുണ്ടെങ്കിൽ സമരം ചെയ്യുന്ന ആളുകളെ ഗവൺമെന്റ് ചർച്ചയ്ക്ക് വിളിക്കുകയും കഴിയുന്ന രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയും ആണ്. ദുർവാശിയും പരിഹാസവും സർക്കാരിന്റെ മുഖമുദ്രയെന്ന് ജോയ് മാത്യുവിന്റെ കുറ്റപ്പെടുത്തൽ. അപ്പൊ സ്റ്റാലിന് പഠിക്കുന്ന മുഖ്യമന്ത്രി ആ സമരത്തെ എന്താ പറയാ, എങ്ങനെ പ്രതികരിക്കും? അവരെ CIT സമരം നടത്തുന്നത് 26,000 രൂപയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ സമരത്തിന് ഏതെങ്കിലും രീതിയിൽ സമരത്തോട് രഞ്ജിപ്പിലെത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ മാനം പോവും എന്നുള്ള പേടിയാണ്. അതേസമയം സമരം ചെയ്യുന്ന ആശാ അംഗനവാടി പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് UDF തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. നിരാഹാര സമരം തുടരുന്ന ആശാ വർക്കേഴ്സിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ ഇതുവരെ സർക്കാർ ഡോക്ടേഴ്സ് എത്തിയില്ലെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ വിമർശനം. 24 തിരുവനന്തപുരം.